ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഫാം വില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ ചാവക്കാടിലുള്ള എടക്കഴിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആണ് ഇത് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. ഇതിനടുത്താണ് നമ്മുടെ പഞ്ചവടി ബീച്ചൊക്കെ വരുന്നത്. പിന്നെ അതിനടുത്ത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെറൈൻ വേൾഡ് അക്വേറിയം ഒക്കെ ഇതിന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ഇത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തരം ഫാം എക്സ്പീരിയൻസ് ആണിത്. ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്, വെറൈറ്റി ഓഫ് മൃഗങ്ങളുണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് അതിനെ തൊടാനും എടുക്കാനും ഒക്കെയുള്ള സൗകര്യം അവരവിടെ തരുന്നുണ്ട്. പലതരം മൃഗങ്ങൾ നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത ബ്രീഡ്സ് അവിടെ അവരെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ മൃഗങ്ങളെ തൊടുന്നതൊക്കെ ഓൺ റിസ്കിലാണ് കേട്ടോ. അത് ഇപ്പം കണ്ടില്ലേ, അതൊക്കെ ഉപദ്രവിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ടെങ്കിലും ചില ആൾക്കാരൊന്നും അത് അങ്ങനെ ഫോളോ ചെയ്ത് പോകാറില്ല. പിന്നെ അവിടെ എല്ലാവരെയും ആകർഷിച്ചതാണ് ഈ വലിയ ഒരു തരം ഊണ്ട്. അതിനെ ഇങ്ങനെ മേത്തിരുത്തി ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എക്സ്പീരിയൻസുകൾ ഇങ്ങനത്തെ ആടിനെയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ പല ടൈപ്പ് വരുന്ന ഗൂസുകൾ, ആടുകൾ. നമ്മൾ മലയാളികൾക്ക് ആട് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ വെറൈറ്റി ബ്രീഡുകൾ ഇവിടെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ആടുകളുടെ കൊമ്പൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇത് കണ്ടോ, ശരിക്കും എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ഇവരിങ്ങനെ ഫുഡ് കാണുമ്പോൾ ഇവർ ഓടി വരുവേ. പിന്നെ പല ടൈപ്പ് പൂച്ചകളുണ്ടായിരുന്നു. ഇത് നമ്മുടെ ടോം ക്യാറ്റൊക്കെ എടുക്കുന്നത്. ഇതിനെയൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഇതൊക്കെ ഫിലിമിൽ കാണുന്ന ടൈപ്പ് പൂച്ചകളാണ് ഇതൊക്കെ. അങ്ങനെ പല പൂച്ചകൾ. പിന്നെ വലിയ വിഷമുള്ളൊരു ചിലന്തിയാണിത്. പിന്നെ അവിടെ മെയിൻ സംഭവമാണ് ഇത്. ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ അധികം പോകാറില്ല, എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ് സ്നേക്സിനെ. ഹസ്ബൻഡ് അത് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. പിന്നെ ഇതൊരു തരം ജീവി. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു രസമുള്ള സംഭവമാണ്, നമ്മൾ സാധാരണ പക്ഷികളെ കൂട്ടിലല്ലേ കാണാറുള്ളൂ. നമ്മളെ കൂട്ടിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് അവർക്ക് ഫീഡ് ചെയ്യാനും അവർ നമ്മുടെ തലയിലും മേത്തൊക്കെ വന്നിരിക്കും. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇവിടെ ഒരാൾ ചെടി കടിക്കാനായിട്ടുള്ള ശ്രമം എൻ്റെ അമ്മ സഹായിച്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. നല്ല ഗ്രീനറിയൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയൊരിതാണ്. പിന്നെ ഈ ഒരു കൂട്ടിൽ പല വെറൈറ്റി കോഴികളുടെയൊക്കെ ഇതാണ്, നമ്മൾ കണ്ടിട്ട് ഇല്ലാത്ത ടൈപ്പ് ഓഫ് പക്ഷികൾ. നല്ല രസമുള്ള ഒരു ആംബിയൻസ്. പിന്നെ അധികം ആൾക്കാരില്ലാത്ത കാരണം നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് എല്ലാം പോയി കാണാനും ഒക്കെ പറ്റും. ഞങ്ങൾ പോയ സമയത്ത് ഇച്ചിരി തിരക്ക് കുറവായിരുന്നു. പിന്നെ അടുത്താണ് പഞ്ചവടി ബീച്ച്. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയി അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഈ ഒരു റൈഡൊക്കെ പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.